ഒന്നാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ. പൂവ് ചിരിച്ചു, മഴ മാറി, കുരുവി കുരുവി ഇതിലേ വാ. അപ്പൊ ഇതിലെന്തോ ഉള്ളത്? ബാക്കി കൂടെ വായിക്കാം. പറന്നു വന്നു കുരുവി പാറി വന്നു, തേൻ കുടിച്ചു കുരുവി തേൻ കുടിച്ചു, ചിരിച്ചു നിന്നു പൂവ് ചിരിച്ചു നിന്നു, കുരുവി തേൻ കുടിച്ചു പൂവ് ചിരിച്ചു നിന്നു. നീന്തി വന്നു താറാവ് നീന്തി വന്നു, അതാ കുരുവി ആ പൂവിലെ തേൻ നുകരുന്നു, ഞാൻ ചെന്നാലോ? അപ്പൊ ഇതിലെന്തുവാ പറയുന്നേ? പൂവ് ചിരിച്ചു. പിന്നെന്താ പറയുന്നേ? മഴ മാറി. അപ്പൊ ഇതിന്ന് എന്താ മനസ്സിലാകുന്നേ? അപ്പൊ ഇത്രയും നേരം ഇവിടെ മഴ പെയ്തോണ്ടിരിക്കുവായിരുന്നു. കണ്ട, താഴെയെല്ലാം വെള്ളം കിടപ്പുണ്ട്. താറാവ് ആ വെള്ളത്തിൽ നീന്തി വരുവാ. പിന്നെ ഇവിടെ എന്തുവാ ഉള്ളത്? ആ പൂവീന്ന് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വെള്ളം വീഴുന്നു. അപ്പൊ ഇവിടെ ഇപ്പൊ മഴയുണ്ടായിരുന്നു. പിന്നെ എന്താ ഉള്ളത്? ഇതേ കണ്ടോ, ആകാശത്തൊക്കെ മേഘം അങ്ങനെ നിപ്പുണ്ട്. പിന്നെന്താ പറയുന്നേ? അപ്പൊ ഈ പൂവ് അങ്ങ് ഹാപ്പി ആയിട്ട് നിൽക്കുക, നല്ല സന്തോഷമായിട്ട് നിൽക്കുക. അതാ പൂവ് ചിരിച്ചു നിന്നു എന്ന് പറയുന്നേ. മനസ്സിലായ? അപ്പൊ കുരുവിനെ വിളിക്കുക, കുരുവി കുരുവി ഇതിലേ വാ എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പൊ എന്ത് ചെയ്തു? കുരുവി എന്തെടുത്തു? പറന്നു വന്നു കുരുവി പാറി വന്നു. അപ്പൊ കുരുവി പറന്നു പെട്ടെന്ന് വന്നു, പാറി പറന്നങ്ങ് വന്നു. പിന്നെന്ത് ചെയ്തു? തേൻ കുടിച്ചു കുരുവി തേൻ കുടിച്ചു. അപ്പൊ പിന്നെന്ത് ചെയ്ത്? കുരുവി ആ തേൻ കുടിച്ചു, പൂ പറഞ്ഞ പോലെ കേട്ടു. പിന്നെന്താ? പിന്നെ ഫില്ല് ചെയ്യാനാ. ചിരിച്ചു നിന്നു പൂവ് എന്ത് ചെയ്തേ? ചിരിച്ചു നിന്നു. അപ്പൊ നമ്മളവിടെ ഫില്ല് ചെയ്യണം ചിരിച്ചു നിന്നു. പിന്നെന്തുവാ ചെയ്യുന്നേ? കുരുവി തേൻ കുടിച്ചു പൂവ് ചിരിച്ചു നിന്നു. അപ്പൊ അവിടെ എന്തൊക്കെയാ നടന്നേ? പൂവ് തേനും കുരുവി തേനും കുടിച്ചു പൂവ് ചിരിച്ചു നിന്നു. അപ്പൊ അത് രണ്ടും കൂടെ നമുക്ക് അങ്ങോട്ട് എഴുതാം. പിന്നെന്താ, ഇവിടെ ഒരാളുണ്ടല്ലോ, ഒരു താറാവ് വരുന്നുണ്ട്. അപ്പൊ ആ താറാവിനെയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഉൾപ്പെടുത്താം. അപ്പൊ എന്താ? നീന്തി വന്നു താറാവ് നീന്തി വന്നു. അപ്പൊ ഈ താറാവ് ആ മഴ പെയ്തിട്ട് ആ വെള്ളത്തിൽ കൂടി ഇങ്ങനെ നീന്തി വരുവാ. അപ്പൊ എന്താ ആള് വിചാരിക്കുന്നേ? അതാ കുരുവി ആ പൂവിലെ തേൻ നുകരുന്നു, ഞാൻ ചെന്നാലോ? അപ്പം ഈ കുരുവി പൂവീന്നിങ്ങനെ തേൻ കുടിക്കുമല്ലേ, ഞാൻ കൂടെ ചെന്നാലോന്നിങ്ങനെ ഈ താറാവ് കൂട്ടം പറയുക. പിന്നെ അടുത്ത പേജ് എന്തുവാ? നിറം കൊടുക്കാമോ? കാക്കപ്പൂവിന് കാക്ക നിറമാണോ? മനസ്സിലായാ? എന്നുവെച്ചാ എന്താ? ഈ ആള് ചോദിക്കുവാണേ, കാക്കപ്പൂവിന് കാക്കയുടെ നിറമാണോ? അപ്പൊ എന്താ? അല്ല, കാക്കപ്പൂവിന് നീല നിറമാണേ. കാക്കപ്പൂ എന്ന് പറയുമ്പോ ഇപ്പൊ കൊറേ കളറില് ഉള്ളതാ. അത് പല 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 കളറാ. പിന്നെ കൂടുതലും നീല കളറിലുണ്ട്. പിന്നെന്താ ഉള്ളത്? നമുക്ക് കളർ ചെയ്യാനായിട്ടാ ഉള്ളത്. ഇതിപ്പോ കളർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെന്താ? ചെമ്പരത്തിപ്പൂ. ഇതെന്താ? ചെണ്ടുമല്ലിപ്പൂ. റോസാപ്പൂ. ഇതെന്താ? ചെത്തിപ്പൂ. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? താമരപ്പൂ. പിന്നെ ദേ വാഴിങ്ങനെ കൊലച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു അണ്ണാനിരിപ്പുണ്ട്. പിന്നെ ഈ വവ്വാല് വന്ന് ഇതിന്റെ തേൻ കുടിക്കുക. പിന്നെ ഇതാരാ ഇവിടെ ഇരുന്ന് എഴുതുന്നേ? ഒരു ഉറുമ്പ്. പിന്നെ നമുക്ക് ചുറ്റും കുറെ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട്. അത് കുട്ടികളൊക്കെ കണ്ട് മനസ്സിലാക്കണം. ഇതില് കുറച്ചൊക്കെ ഉള്ളു, ഇത്രയൊന്നും അല്ല നമുക്ക് ചുറ്റുമുള്ളത്, ഒരുപാടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളു ഈ ചാപ്റ്റർ.